ഇന്ത്യൻ ഓഹരി വിപണികൾ ഇന്ന് പൂർണ്ണമായി അടച്ചതിൽ വ്യാപക വിമർശനം. മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പാണ് അവധിക്ക് കാരണം. ദേശീയ ഡിജിറ്റൽ വിപണികൾ ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പിന്റെ പേരിൽ അടയ്ക്കേണ്ടതുണ്ടോ? സെറോദയുടെ സഹസ്ഥാപകനായ നിതിൻ കാമത്ത് ചോദിച്ചു. കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 ഞായറാഴ്ച അവതരിപ്പിക്കുന്ന ദിവസം വിപണി പ്രവർത്തിപ്പിക്കണമോ എന്ന ചർച്ചയും സജീവം. ഇൻഫോസിസിന്റെ മൂന്നാം പാദ അറ്റാദായത്തിൽ 10% ഇടിവ്. 6654 കോടി രൂപയാണ് ഒക്ടോബർ-ഡിസംബർ കാലയളവിൽ കമ്പനി നേടിയ ലാഭം. ലേബർ കോഡ് നടപ്പിലാക്കിയത് വഴി കമ്പനിക്കുണ്ടായ അധിക ബാധ്യത 1289 കോടി. JSW ഗ്രൂപ്പ് ചൈനയുടെ ചെറിയുമായി സഹകരിച്ച് ജെറ്റൂർ T2 SUV ഉടൻ ഇന്ത്യൻ വിപണിയിലെത്തിക്കുന്നു. ഓഫ് റോഡിങ്ങിന് അനുയോജ്യമായ രീതിയിലുള്ള വലിയ വീൽ ആർച്ചുകളും മസ്കുലർ ലുക്കുമാണ് വാഹനത്തിന്റെ പ്രധാന ആകർഷണം. ജെറ്റൂർ എന്ന പേരിന് പകരം JSWന്റെ ബാഡ്ജിങ്ങും പുതിയ പേരുമായിരിക്കും വാഹനത്തിനുണ്ടാകുകയെന്ന് റിപ്പോർട്ടുകൾ. ഇറാൻ സാഹചര്യങ്ങൾ മൂലം അതുവഴിയുള്ള വിമാനങ്ങൾ വൈകുമെന്ന് എയർ ഇന്ത്യയും ഇൻഡിഗോയും. തങ്ങളുടെ ചില അന്താരാഷ്ട്ര സർവീസുകൾ തടസ്സപ്പെട്ടതായി ഇൻഡിഗോ അറിയിച്ചു. വിമാനത്താവളത്തിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് നിർബന്ധമായും പരിശോധിക്കണം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് ചാഞ്ചാട്ടം. രാവിലെ പവന് 600 രൂപ കുറഞ്ഞ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം 320 രൂപ വർദ്ധിച്ച് 1,05,320 രൂപയിലെത്തി. ഗ്രാമിന് 290 രൂപയിലാണ് വെള്ളിയുടെ വ്യാപാരം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.